കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ കേന്ദ്രത്തെ അവഗണിച്ചതിനെതിരെ ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം. തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഉദ്ഘാടന വേദിയായ മാനവീയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കേന്ദ്ര സർക്കാരിനെ അവഗണിച്ച മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും മറുപടി പറയണമെന്ന് കോർപ്പറേഷൻ ബിജെപി പ്രതിപക്ഷ പാർട്ടി നേതാവ് എം.ആർ. ഗോപൻ ആവശ്യപ്പെട്ടു. പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ റോഡുകൾ നവീകരിച്ച് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെയോ കേന്ദ്രത്തിന്റെയോ ബിജെപിയുടെ പേരുകൾ പോലും പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പേരുകൾ പോലും പരാമർശിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ച് ആ കേന്ദ്ര സർക്കാരിന്റെ പേരിൽ നടക്കുന്ന പദ്ധതിയെ അട്ടിമറിക്കുന്ന ഒരു CPM നിലപാടിനെതിരെയാണ് തിരുവനന്തപുരത്തെ കൗൺസിലർമാർ ബിജെപി കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. നഗരസഭയുടെ മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മ്യൂസിയം ജംഗ്ഷനിലൂടെ കടന്ന് ഇപ്പോൾ ഈ ഉദ്ഘാടന വേദിയുടെ അടുത്തെത്തി നിൽക്കുകയാണ്. ബിജെപിയുടെ കൗൺസിലർമാരാണ് ഇവിടെ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. എം.ആർ. ഗോപൻ അടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർ എം.ആർ. ഗോപൻ അടക്കമുള്ള ഈ പ്രതിഷേധവുമായി വന്നിരിക്കുന്ന സാഹചര്യമാണ്. 1500 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പേര് പോലും പരാമർശിക്കാതെയാണ് ഇന്ന് ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. അതിനെതിരെയല്ലേ പ്രതിഷേധം നടത്തുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന ഈ മനോഹരമായ റോഡുകളും ലൈറ്റുകളും ബസ്സും ഒക്കെ തന്നെ. ഇതിന് സ്മാർട്ട് സിറ്റി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പദ്ധതിയിൽ ഇന്ന് കാണുന്ന ആ വേദിക്കകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു MPയോ പ്രതിനിധിയോ കൂട്ടാതെ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ പോലും അതിനകത്തൊരു പ്രതിനിധിയായിട്ട് ഇരുത്താതെ പിണറായി വിജയൻ്റെ സ്വന്തം അവകാശപ്പെട്ട പദ്ധതിയായിട്ട് ഇതിനെ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഇന്ന് ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വന്നത്. ഈ പദ്ധതിയുടെ ഫണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഈ രാജ്യവ്യാപകമായി നഗരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് പൂർണ്ണമായും ഇപ്പോൾ ഈ സർക്കാർ അതേപോലൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ തീരുമാനം സർക്കാർ ഫണ്ട് എന്ന നിലയിലേക്ക് മാറ്റുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പിണറായി സർക്കാരിൻ്റെ മാത്രം അവകാശപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ, ഇന്ന് തലസ്ഥാനത്ത് കാണുന്ന ബോർഡുകളിൽ, ഈ ലഘുലേഖകളിൽ, ഇന്നത്തെ പത്രങ്ങളിൽ ഒക്കെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു നാമധേയം പോലും അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ന് പോലും ഇവിടെ ഒന്ന് കാണാനില്ല. ഇപ്പോൾ നമ്മളെ മുന്നിൽ കൂടി പോകുന്ന ഈ KSRTC ബസ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പദ്ധതിയുടെ ഫണ്ടാണ്. ഇന്ന് കാണുന്ന ഈ നഗരത്തിലെ സൗന്ദര്യവൽക്കരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് നഗരത്തിൽ കാണുന്ന റോഡുകളായാലും മുൻകാലത്തുണ്ടായിരുന്ന റോഡും ഇന്നത്തെ റോഡുകളും തെരുവുവിളക്കുകളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെതിരെയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവകാശപ്പെട്ട പദ്ധതിയെ അട്ടിമറിച്ച പിണറായി സർക്കാരിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് പോകാനാണ് ഞങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്തത്. പോലീസ് ഇവിടെ തടയുന്നു, ഇത് അനുസരിക്കുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ആ സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തിനെതിരെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി ഈ ഉദ്ഘാടനം നടക്കുന്ന മാനവീയത്തിന് സമീപത്തായിട്ട് എത്തിയിരിക്കുന്നത്.